ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം. മുഴുവൻ പ്രദേശത്തിന്റെയും നിയന്ത്രണം തിരികെ പിടിച്ച് അറബ് സൈന്യത്തിന് കൈമാറുമെന്നാണ് പദ്ധതിയെന്ന് നെതന്യാഹു അറിയിച്ചു. എന്നാൽ ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളും ലോകരാജ്യങ്ങളും രംഗത്ത് വന്നതോടെ ഇസ്രായേൽ പദ്ധതിയെ ഉറ്റുനോക്കുകയാണ് ലോകം. ഒടുവിൽ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയിരിക്കുകയാണ്. ജെറുസലേമിൽ ചേർന്ന 10 മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം. ഗാസ മുനമ്പിലെ ഏറ്റവും വലിയ നഗരമാണ് ഗാസ സിറ്റി. ഒന്നിലധികം ഘട്ടങ്ങളിലൂടെയായിരിക്കും ഗാസ നഗരം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കുക. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പാലിക്കേണ്ട 5 തത്വങ്ങളും മന്ത്രിമാർ അവതരിപ്പിച്ചു. ഹമാസിന്റെ നിരായുധീകരണം, എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരിക, ഗാസയുടെ സൈനികവൽക്കരണം, ഗാസയിലെ ഇസ്രായേലിന്റെ സുരക്ഷാ നിയന്ത്രണം തുടരുക, ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ അല്ലാത്ത ഒരു സിവിലിയൻ ഗവൺമെന്റിന് ഭരണം കൈമാറുക എന്നീ ലക്ഷ്യങ്ങളിലൂടെയാണ് ഇസ്രായേൽ തന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത്. ഗാസ നഗരം പിടിച്ചെടുക്കാൻ 3 മാസം എടുക്കുമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. കൂടാതെ മധ്യ ഗാസയിലെ ക്യാമ്പുകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 2 മാസം വേണ്ടിവരും. അതിനാൽ പദ്ധതി പൂർത്തിയാക്കാൻ ഏകദേശം 7 മാസം എടുക്കുമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഗാസയുടെ 75% പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതേസമയം ബന്ദികളിൽ ഭൂരിഭാഗവും തങ്ങുന്ന ഗാസ നഗരവും മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളും ഉൾപ്പെടുന്ന ബാക്കി 25% ഭാഗം IDF ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഗാസയിലെ ഭരണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ ശ്രമിക്കില്ല. മുഴുവൻ പ്രദേശത്തിന്റെയും നിയന്ത്രണം തിരികെ പിടിക്കാനും അറബ് സൈന്യത്തിന് കൈമാറാനുമാണ് പദ്ധതിയെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. എന്നാൽ സുരക്ഷാ മന്ത്രിസഭയുടെ പദ്ധതിക്കെതിരെ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീറും പരസ്യമായി എതിർപ്പറിയിച്ചു. ബന്ദികളുടെയും നിരവധി സൈനികരുടെയും ജീവന്റെ വില നൽകേണ്ടിവരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിപക്ഷ നേതാവ് യെയർ ലാപിഡ് പരസ്യമായി വിമർശിച്ചു. ഗാസ നഗരം പിടിച്ചെടുക്കുന്നത് ശേഷിക്കുന്ന ബന്ദികളുടെ മരണത്തിനും നിരവധി ഇസ്രായേലി സൈനികരുടെ മരണത്തിനും കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ലോക നേതാക്കളും ഇസ്രായേൽ പദ്ധതിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. സൈനിക നടപടി തുടരുകയെന്നത് നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് UN അടക്കമുള്ള സംഘടനകൾ പ്രതികരിച്ചു. ഇസ്രായേലിന് ഏറ്റവും വലിയ ആയുധ വിതരണക്കാരിൽ ഒന്നാണ് ജർമ്മനി. ഇസ്രായേൽ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി ജർമ്മനി നിർത്തിവെക്കുമെന്ന് ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പറഞ്ഞു. ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കാനുള്ള ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെ തീരുമാനം തെറ്റാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. ഇത് കൂടുതൽ രക്തച്ചൊരിച്ചിലിന് കാരണമാകുമെന്നും കിയർ സ്റ്റാർമർ പറഞ്ഞു. ഗാസ പിടിച്ചെടുക്കാനുള്ള ഒരുക്കവുമായി നെതന്യാഹു സർക്കാർ മുന്നോട്ടു പോകവേ സൈനിക നടപടി തുടരുന്നതിനെതിർത്ത് ഇസ്രായേലിൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ തുടങ്ങി. ഉടൻ വെടിനിർത്തൽ കരാറുണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് വോട്ടെടുപ്പിൽ ആവശ്യമുയർന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.